കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് IO ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇൻ ഔട്ട് പുഷ് പോപ്പ് HLT എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പിന്നെ റിം സിം ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ഇതിനകത്ത് പെടുന്നതായിരിക്കും. എക്സാമ്പിൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇൻപുട്ട് ഡിവൈസസിൽ നിന്നാണ് എന്റെ ഡേറ്റ ട്രാൻസ്ഫർ ആകുന്നുണ്ടെങ്കിൽ അത് ഇന്ന് കൊടുത്തിട്ട് ആ പോർട്ട് അഡ്രസ്സും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടു അക്കുമുലേറ്റർ ഫ്രം IO അഡ്രസ് എന്ന് വരുന്നതായിരിക്കും. അതായത് ആ പോർട്ടിന്റെ അക്കുമുലേറ്ററിലോട്ട് ഡേറ്റാസ് മൂവ്മെന്റ്സ് ആകും. ഔട്ടിനാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസറിൽ നിന്ന് ആ പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസസിലോട്ട് മൂവ്മെന്റ്സ് ആകുമ്പോൾ അതുപോലെ തന്നെ പുഷ് പോപ്പ് ഇതെല്ലാം ഇതിന്റെ പോലെ തന്നെ വരുന്നതാണ്. ഇതെല്ലാം എന്താണ് സ്റ്റാക്ക് പോയിന്റർ ഇന്ററപ്റ്റ് സിഗ്നൽസ് വരുമ്പോൾ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. HLT എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ആകുന്നത് നമ്മുടെ തീർന്നു എക്സിക്യൂട്ട് ആകുന്നതും കഴിഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞു എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഹാൾട്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. XTHA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് സ്റ്റാക്ക് ടോപ്പ് അതായത് HL രജിസ്റ്റർ പാർ ആയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് ഇത് സ്റ്റാക്ക് പോയിന്റർ ആയിട്ട് HL പോയിന്റർ വന്നിട്ട് മൂവ്മെന്റ് ആക്കുന്നതാണ്. EI DI സിം റിം ഇൻസ്ട്രക്ഷൻ ഇതെല്ലാം ഇന്ററപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം തടസ്സപ്പെട്ടിട്ട് സബ് പ്രോഗ്രാം തുടങ്ങുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇന്ററപ്റ്റ് മെയിൻ പ്രോഗ്രാം തുടങ്ങണോ അല്ലെങ്കിൽ സബ് പ്രോഗ്രാം തന്നെ കണ്ടിന്യൂ ചെയ്യണോ ഇനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വരുന്നതൊക്കെയാണ് ഇനേബിൾ ഇന്ററപ്റ്റ് ഡിസേബിൾ ഇന്ററപ്റ്റ് സിം എന്നുണ്ടെങ്കിൽ സെറ്റ് ഇന്ററപ്റ്റ് മാസ്ക് റിം എന്നുണ്ടെങ്കിൽ റീഡ് ഇന്ററപ്റ്റ് മാസ്ക് NOP എന്ന് പറഞ്ഞതും HLT പോലെ തന്നെ നോ ഓപ്പറേഷൻസിൽ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ IO ഇൻസ്ട്രക്ഷൻസ് എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ നമ്മൾ 8085 ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് മൊത്തം 5 ടൈപ്പ് ആയിരുന്നു. അത് നമ്മൾ പഠിച്ച് ഏതൊക്കെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ലാസ്റ്റ് വൺ വരുന്നതാണ് മെഷീൻ ആൻഡ് IO കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസുകൾ അത് മാത്രമെങ്കിലും സ്പെസിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചിട്ട്